ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മോർണിംഗ് വ്ളോഗാണ്. ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പുറപ്പാടിലാണ്. ഇന്ന് ദോശ ഉണ്ടാക്കാനാണ് പരിപാടി. തലേന്ന് തന്നെ ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ സാധാരണ അരിയുടെ കൂടെ കുറച്ച് ചെറുപയറും അതേപോലെ തന്നെ ഉഴുന്നും ഉലുവയും ഇത്ര ഇട്ടിട്ടാണ് ഞാൻ മാവ് അരച്ചെടുക്കാറ്. ചെറുപയർ കൂട്ടുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് കുറച്ച് പ്രോട്ടീനും കൂടി ആഡ് ആവുമല്ലോ അതിൽ. ചെറുപയർ അങ്ങനെ കറി വെച്ചാൽ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ കുറച്ച് സെയിം അളവിലാണ് ഞാൻ ചെറുപയറും അരിയും എടുക്കുക. അതും പിന്നെ ഉഴുന്നും കുറച്ച് ഉലുവയും പാടെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ചോറും പാടെ കൂട്ടിയിട്ടാണ് ഞാൻ ദോശയ്ക്കുള്ള മാവ് കൂട്ടി വെക്കാറ്. പിന്നെ അരച്ചതിന് ശേഷം കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അരക്കുമ്പോൾ ഞാൻ ഉപ്പിടാറില്ല. പിറ്റേ ദിവസം നമ്മൾ ചുടുന്ന ടൈമിൽ മാത്രമേ ഞാൻ അതിൽ ഉപ്പിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ വെള്ള കടല വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി കറിയും കൂടി ഉണ്ടാക്കേണ്ടത്. ഇതിലേക്ക് തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നല്ല അടിപൊളിയാണ്. ഞാൻ ദോശ കാഹിൽ നിന്ന് സ്കൂളുണ്ട്, അപ്പോൾ അവന് വേണ്ട ദോശ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. ദോശ ഞാൻ സാധാരണ കഴിക്കുമ്പോൾ അപ്പം ഉണ്ടാക്കാനുള്ള പതിവ്. അവനക്കുള്ളത് മാത്രം ഫസ്റ്റ് ഉണ്ടാക്കും. ദോശ നല്ല മുരിഞ്ഞ് ചൂട് കൊടുക്കണം. പിന്നെ ചെറുപയറൊക്കെ ചേർത്തതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ചൂട് കൊടുക്കാനെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറി തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ ദോശ അവനാവശ്യമുള്ളത് ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം കറിക്കുള്ള പരിപാടികൾ നോക്കാൻ വിചാരിച്ചു. കറിക്ക് ആദ്യം നമ്മൾ വെള്ളക്കടല തലേന്ന് തന്നെ വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിനുള്ള കടല എടുത്തിട്ട് തലേന്ന് തന്നെ നമ്മൾ നല്ലോണം കേക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് 1-2 വിസിൽ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ കടല ക്ലീൻ ആക്കിയതിന് ശേഷം അതൊക്കെ ഫസ്റ്റ് നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ വരുത്തണം. അതിപ്പോൾ നമ്മൾ വെറും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും മാത്രം ഇട്ടിട്ടാണ് വിസിൽ വരിക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കടലക്കറി സാധാരണ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഈ കടലപ്പം കിട്ടിയാലും ഞാൻ ഈ ഒരു കറി എന്തായാലും ട്രൈ ആക്കും. ഇത് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും എല്ലാം കൂടിയും സെറ്റാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ആദ്യം ഇതോടെ പരിപാടി തീരുന്നില്ല. നമുക്ക് ഇനി കുറച്ചും കൂടി ഐറ്റംസ് വേണം. ഇതിൽ കുറച്ച് പച്ചക്കറി ഐറ്റംസ് വേണം. ഒരു ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ഐറ്റംസ് നമ്മൾ ആദ്യം സെറ്റാക്കി വെക്കണം. ഉള്ളി നോർമലി നമ്മൾ സ്ലൈസായിട്ട് അരിയണ പോലെ അരിഞ്ഞെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി അതേമാതിരി കുറച്ച് മതി, വളരെ കുറച്ച് എമൗണ്ട് മതി. ഒരു തക്കാളിയും, ഒരുപാട് തക്കാളിയും വേണ്ട. പച്ചമുളകും പിന്നെ എരിവിൽ ആവശ്യമുള്ളതിനനുസരിച്ച് ഉപയോഗിക്കട്ടെ. ഞാൻ എന്ത് കറിക്കാണെങ്കിലും ഒരു പച്ചമുളക് എടുക്കുള്ളൂ. എനിക്ക് എരിവ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിനുള്ളത് അരിഞ്ഞ് ചതവും ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. ഇന്ന് എനിക്ക് ലഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ രാവിലത്തെ ഫുഡ് തന്നെ ഉച്ചക്കും കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഞാനിന്ന് വൈകുന്നേരം വീട്ടിൽ പോകും. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകേണ്ടതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഈ രാവിലത്തെ ഫുഡ് തന്നെ ഉച്ചക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ വൈകുന്നേരം പോകണതുകൊണ്ട് തന്നെ ഫുഡ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും കുറച്ച് ഉണ്ടാക്കിയ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ച് കാഹിൽ സ്കൂളിട്ട് വന്നിട്ട് വേണം എനിക്ക് പിന്നെ വീട്ടിൽ പോകാൻ. ശരിക്കും ഈ കുക്കിംഗ് സ്റ്റൈൽ പലർക്കും പല വിധമായിരിക്കും. ഇപ്പോൾ ഈ കടല വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കണ പോലെ ആവില്ല വേറെല്ലാം ഒരു കറി ഉണ്ടാക്കുക. ഞാനിങ്ങനെ വിചാരിക്കും, ഓരോ വീട്ടിൽ ചെന്നാലും ഓരോ ഫുഡിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കറിയൊക്കെ സെയിം തന്നെ ആയിരിക്കണം, പക്ഷേങ്കിൽ ഓരോ കറിക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ വീട്ടിൻ്റെ കറിൻ്റെ ടേസ്റ്റ് ആവില്ല ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടാവും. ആ ടേസ്റ്റ് ആവില്ല ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കറികൾ ചിലപ്പോൾ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കും, ടേസ്റ്റിൽ മാറ്റം വരും. ചിലർ പറയും കൈപ്പുണ്യവും കാര്യങ്ങളും ഒക്കെ ആടെ ആകുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ വെക്കുന്ന രീതിയിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ചിലവർ ഞാൻ ഇതേപോലെ ചട്ടിനി തന്നെ പല വിധത്തിലുള്ള ചട്ടിനി കഴിച്ചിരിക്കുകയാണ്. ചിലവർ ചട്ടിനിയിൽ ഇഞ്ചി ഇടും. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇഞ്ചിയൊന്നും ഇടയില്ല. പക്ഷേ അതും ടേസ്റ്റ് ഉണ്ട്, ഇതും ടേസ്റ്റ് ഉണ്ട്. രണ്ടും രണ്ട് വിധമാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരൈറ്റം തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ചിക്കൻ കറി ഒന്നും വേണമെന്ന് തന്നെയല്ല, നമുക്ക് എന്തിൻ്റെ കൂടി സെറ്റാണ്. കടലക്കറി നമുക്ക് ഇഷ്ടമില്ലാത്തവർക്കും പിന്നെ തേങ്ങ അരച്ച് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ചും ഒന്നുകൂടി സെറ്റാണ്. ഇത് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മളെ ബാക്കി പരിപാടികൾ ചെയ്യാൻ. അപ്പോൾ
കടല അവിടെ അപ്പുറത്ത് വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് ചെറിയൊരു പൊട്ട് പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പു, ഒരു ഏലക്കായ്. ഇത്രയും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ ആ എണ്ണയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം, അതും പിന്നെ കറിവേപ്പിലയും ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വല്യുള്ളി, തക്കാളി, പച്ചമുളക്, ഇതൊക്കെ തക്കാളി ഇടാനായിട്ടില്ല. ആദ്യം നമ്മൾ വല്യുള്ളി ഇടണം. വല്യുള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക് ഇടണം. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് നല്ലോണം വഴണ്ട് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും, ആവശ്യമുള്ളവർക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ ചിക്കൻ മസാല ആഡ് ചെയ്യില്ല. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ ചിക്കൻ മസാലൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അതും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്നും കൂടി രസമാവും. അപ്പോൾ അത്രയും സാധനങ്ങൾ ഇട്ട് വഴറ്റിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് ചതവ് ഇടാണ് കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയനല്ലോ, അതും ഇട്ട് കൊടുക്കണതേക്ക്. അതും പാടെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് നമ്മളത് നല്ലോണം അരക്കണം. ചെറിയ മിക്സിൻ്റെ ജാറെടുത്തിട്ട് കുറച്ച് വെള്ളം അതിൽ നിന്ന് തന്നെ ഉള്ള വേവിച്ച വെള്ളം എടുത്തിട്ട് നമ്മൾ നല്ലോണം അരച്ചെടുക്കണം. എന്നിട്ട് ആ പേസ്റ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിക്ക് നമ്മൾ ആ കടലയും കറിയും ഒക്കെ പാടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അതൊരു തിക്കായി വരും. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ കടലുണ്ടല്ലോ, അതും കൂടി ഇതിക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഒന്ന് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ട് ഒന്ന് വേണമെങ്കിൽ ആർഭാടാക്കുക. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ആഡാക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറി അവിടെ സെറ്റാണ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് രാവിലെ ഇനി ഈ വെള്ളക്കടല കിട്ടുമ്പോൾ. അപ്പം കുക്കിങ്ങിൻ്റെ പ്രൊസീജിയർ ഞാൻ ഒറ്റയടിക്കാണ് പറഞ്ഞത് കേട്ടോ. വീഡിയോ സ്ലോ ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റായി. കാഹിലിന് സ്കൂളിൽ പറഞ്ഞയക്കണം. അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് അവന് കറി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവന് കഴിച്ച ഉടനെ തന്നെ എൻ്റെ റെസ്പോണ്ട് തരുന്ന ആൾ എനിക്ക് റെസ്പോണ്ട് തന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവന് രസമില്ലെങ്കിൽ രസമില്ല എന്നുണ്ടെങ്കിൽ പറയും, അമ്മ അതൊരു ടേസ്റ്റും ഇല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യും. അപ്പോൾ അവന് കൊടുത്തയക്കണതും ഇതന്നെയാണ്. സെയിം ദോശയും അതേപോലെ തന്നെ കടലക്കറിയും തന്നെയാണ് അവന് സ്കൂളിലും കൊടുത്തു വിടുന്നത്. അവന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കഴിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കഴിച്ചിട്ട് വരും. അപ്പം അവനെ സ്കൂൾ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ നമ്മൾ കലാപരിപാടിയിലോട്ട് കിടന്നു. അതായത് പാത്രം കഴുകൽ. എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റുള്ളൊരു പരിപാടിയാണല്ലോ അത്. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇവിടുത്തെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ
പിന്നെ ഒരുവിധം പണികളൊക്കെ തീരും. കാരണം നമുക്ക് ഞാൻ വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം കിച്ചണ് നല്ലോണം ക്ലീൻ ആക്കി ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 5-6 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്നത് വെച്ചാൽ കിച്ചണ് ആകെപ്പാട് അലങ്കോലോ ഒരുമാതിരി സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് പോയാലേ നമ്മൾ വീട് അടച്ചിട്ട് പോകുമ്പോൾ സെറ്റാവുള്ളൂ. സാധനങ്ങൾ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും കേട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി സെറ്റാക്കി, കുറച്ച് പാടാണ് എന്നാലും ഒക്കെ സെറ്റാക്കിയിട്ട് പോയെങ്കിൽ തിരിച്ച് വരുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് അതേപോലെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഭയങ്കര റിസ്ക് എടുക്കും കിച്ചൺ ക്ലീൻ ആക്കി എടുക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തായാലും കിച്ചൺ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് വേറെ ഇതേപോലെ ഞാൻ 1-2 വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം വിചാരിച്ചിരുന്നു. വീട്ടിൽ പോയാൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. കാഹിൽ വരുവോളം എനിക്ക് ടൈമുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇന്നത്തെ ദിവസം സെറ്റാക്കണം വിചാരിച്ചിരിക്കണം. വീട്ടിൽ പോകുന്ന ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാനിപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ പോകാറുണ്ടായിന്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസമൊക്കെ തുടങ്ങിയതിന് ശേഷം പോക്കൊക്കെ കുറവാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരും, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ എൻ്റെ കിച്ചൺ ക്ലീനിങ് ഏകദേശം കഴിയാറായി. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വല്ലാണ്ട് അങ്ങോട്ട് ആക്കണില്ല. ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ അവനും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി കൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ച് അവർക്കും അത് രസമാണല്ലോ. പിന്നെ പോകാനൊരുങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പാക്കിങ്. എന്തൊക്കെ എടുക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ എത്ര ഡ്രസ്സ് എനിക്ക് കൊണ്ടുപോകൽ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ബാഗിൽ കൊള്ളണ അത്ര ഞാൻ കൊണ്ടുപോകും. സാധാരണ കട കൂടെ പോവല്ലേ. ഇന്നിപ്പോൾ എനിക്കത് കൊണ്ടാക്കി തരാൻ പറ്റില്ല, ഒറ്റയ്ക്ക് തന്നെ പോകണമെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാഗിൽ കൊള്ളണ ഐറ്റംസൊക്കെ എടുത്തിട്ട് ബാഗ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞ് കഴിഞ്ഞല്ലോ. പിന്നെ കാഹിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് പോവാം. കാഹിൽ പെട്ടെന്ന് സ്കൂൾ വിട്ടൊന്ന് ഞങ്ങൾ മാറ്റി അങ്ങനെ വീട്ടിലൊക്കെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.